കുട്ടികൾ സ്നാക്കായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ളത് ഫ്രൂട്ട്സാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതെല്ലാം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ അവൾക്ക് കഴിച്ചിട്ട് പോകാനുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. കൂടെ തന്നെ ഇക്കാക്കുള്ളതും റെഡിയാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മോളെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. കൂടെ ഇക്കയും പോകും. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് പുറത്ത് കുറച്ചധികം പണിയുള്ള ദിവസമാണ്. ഒന്ന് അടിച്ച് കഴുകി ക്ലീനാക്കി ഇടാനുണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. കൂടിപ്പോയിട്ട് ഇനി ആ ചീത്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചതിന് ശേഷം ഞാൻ അവിടെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി. എൻ്റെ വീഡിയോയിൽ കേൾക്കുന്ന കിളികളുടെ സൗണ്ട് ഇവരുടേതാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഓരോന്ന് ചത്തുപോവുകയാണ്. അതിനുശേഷം ഞാൻ അകത്തെ ക്ലീനിങ്ങിന് നിന്നു. ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എപ്പോഴും അത് തന്നെ കാണിക്കുന്നത് ബോറല്ലേ. അതിനുശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചു. കുറച്ച് സ്ട്രോബെറി കൂടി ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ. ഞാൻ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാറുണ്ട്. അങ്ങനെ ചെയ്തു വെച്ചാൽ ഈ ഫ്രൂട്ട്സിലുള്ള വിഷാംശമൊക്കെ പോകും എന്നല്ലേ പറയുന്നത്. അതിനുശേഷം ഞാൻ ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഞാൻ വെച്ചിട്ടുള്ള ഈ റൈസിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മോനിക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ്. അവനിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാനാണ് ഇഷ്ടം. അതിനിടയിൽ കൂടി ഞാൻ ചോറിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മോള് കുറച്ചേ കഴിച്ചുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി അതിന്ന് ചൂടാക്കി കൊടുക്കാമെന്ന്. നമ്മൾ സ്ത്രീകൾ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഒരു 10 പണിയെങ്കിലും എടുക്കുന്ന ആൾക്കാരല്ലേ. ഞാനും ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു 10 കാര്യമെങ്കിലും വേറെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ബേക്കേഴ്സിൻ്റെ മന്തി മസാല വെച്ചിട്ടാണ് ഇന്നത്തെ റൈസ് ഞാൻ തയ്യാറാക്കിയത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു 4 പാക്കറ്റോളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇത് വെച്ചിട്ട് മന്തി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് മസാലയുള്ള ടൈപ്പാണ്. സാധാരണ എരിവ് കഴിക്കാത്ത കുട്ടികളാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ റൈസ് അത്യാവശ്യം നന്നായിട്ട് മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് അടുപ്പത്താക്കിയതിന് ശേഷം കുറച്ച് പപ്പടം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ചോറ് വെന്ത് വന്നിട്ടുണ്ട്, പപ്പടവും റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തു. വൈകിട്ടായപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ്. എനിക്കുള്ള കോഫി കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് സാധാ കോഫി കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കോഫി പൗഡറിൻ്റെ കൂടെ തന്നെ കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കുടിക്കുന്നതാണ്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ കോഫി കുടിക്കുമ്പോൾ കൂടുതലും ഇങ്ങനെയാണ് കുടിക്കാറ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.